ക്ലബ് വേൾഡ് കപ്പിന്റെ അർജന്റീനിയൻ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, അതിനൊരു അവസാനം ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ. കാര്യം എനിക്ക് തോന്നുന്നു സൗത്ത് അമേരിക്കൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമുകൾ തന്നെയാണ് ലിവർ പ്ലേറ്റ്. ആൻഡ് അത് വന്നപ്പോഴും എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെച്ചിരുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ്. പക്ഷെ അവർ ഇന്റർ മിലാനുമായിട്ട് തോറ്റ് പുറത്തായിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ സൗത്ത് അമേരിക്കൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബ്രസീലിയൻസ് മാത്രമാണ് എന്നുള്ളതാണ്. ദിസ് ഈസ് ബ്രസീൽ ബ്രദർ. അത് അവിടെ ഇരിക്കട്ടെ. അപ്പം എന്തായാലും കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ റൗണ്ട് ഓഫ് 16 കടക്കാൻ പോകുന്നതിന്റെ 2 ടീമും കൂടെ ബാക്കിയുള്ളൂ. അത് ഏതൊക്കെയായിരിക്കും എന്നുള്ളത് ഏകദേശം നമുക്ക് ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പലയിടത്തും വരുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധ്യതകളുള്ള 4 ടീം എടുത്താൽ 4ാമത് നിൽക്കുന്നത് റയൽ മാഡ്രിഡ്, 3ാമത് നിൽക്കുന്നത് ആരാണ്? ബയൺ മ്യൂണിക്, 2ാമത് നിൽക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് 1ാമത് PSG എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, ഒരിക്കലും റയൽ മാഡ്രിഡിനെ 4ാം സ്ഥാനത്തൊന്നും കാണാൻ പറ്റില്ല. കാരണം ഏത് ടൂർണമെന്റിലാണെങ്കിലും അവരൊരിക്കലും ലൈക്ക് ഈ പ്രഡിക്ഷൻസിനോ പോസിബിലിറ്റിക്കോ ഈ പ്രോബബിലിറ്റിക്കോ ഒന്നും പിടികൊടുത്തിട്ടുള്ള ടീമൊന്നും അല്ല എന്നുള്ളതൊരു കാര്യമുണ്ട്. പിന്നെ ബയൺ മ്യൂണിക്കിനെ 3ാമത് വെച്ചതിനോടും എനിക്ക് യോജിപ്പില്ല. പക്ഷെ എന്നാലും എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, നിങ്ങളുടെ ടോപ്പ് 4 സാധ്യതകൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആർക്കായിരിക്കും? ആർക്കാണ്?